ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത്. അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം? എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി CBI ആയിരുന്നു. CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ കിണുക്ക് അവരുടെ ഇടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ. കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തുകളിക്കുന്ന നിലയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന വന്നത്. അപ്പോൾ അവരെ പാർട്ടിക്കകത്ത് ചിലപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും മറിച്ച് ഒരു വാദഗതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാകുക. അതുപോലെ ഇന്നലെ ഇന്നുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 കേന്ദ്രമന്ത്രിമാരെ നേരിൽ കാണുകയും സംസ്ഥാനത്തിൻ്റെ വിവിധ വിഷയങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏറെ കാലമായി ഉന്നയിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ, ഇവയെല്ലാം നിവേദനങ്ങളായി നൽകിയിട്ടുണ്ട്. നേരിൽ കണ്ടപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. അതിൽ കേരളത്തിൻ്റെ പുരോഗതി, ദുരിതാശ്വാസം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, എല്ലാം പ്രധാനം തന്നെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം. അതിന് NDRF-ൽ നിന്ന്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 2221 കോടി രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. അത് ഇപ്പം ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി. ഇത് വായ്പയായി കണക്കാക്കരുത്, ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാൻഡായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേന്ദ്രം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കൽ, IGST റിക്കവറി തിരികെ നൽകൽ, ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ്, ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ GSTPയുടെ 0.5% അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിൻ്റെ 25% സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട്. അതിൽ മറ്റൊരു പരിഗണനയിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആ തുക അത് കിഫ്ബി നൽകിയ തുകയാണ്. അപ്പോൾ അത് വലിയ തോതിൽ ഇരട്ടപ്രഹരമായി സംസ്ഥാനത്തിന് വരുന്നതാണ്. അതുകൊണ്ട് അതിൽ ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം, കടമെടുക്കുന്നതിന് അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ദീർഘകാലമായ കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം. ഇത് നേരത്തെ എയിംസിന് വേണ്ടി 4 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങൾ 4 എണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല, ഒരു സ്ഥലം പറയണം. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അപ്പോൾ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട്, അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ SPA സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക, നെല്ല് സംഭരണ സബ്സിഡി, അതാണ് കുടിശ്ശികയാകുന്നത്. അപ്പോൾ അത് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്
കുടിശ്ശികയാക്കുന്നത്. അതുടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതിക പൊരുത്തക്കേടുകൾ കാരണം തടഞ്ഞു വെച്ച 221.5 കോടി, അതേപോലെ ഗതാഗത ചാർജുകളുമായി ബന്ധപ്പെട്ട 257.4 കോടി, ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ്. ഈ തുക കുടിശ്ശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, സപ്ലൈകോക്കും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നു. ഇവയെല്ലാം സംസ്ഥാനത്തിൻ്റെ ക്ഷേമത്തിന് മാത്രമല്ല, ദുരന്ത നിവാരണം, ധനകാര്യ ഫെഡറലിസം, ആരോഗ്യരംഗത്തെ പുരോഗതി, വിദ്യാഭ്യാസ സമത്വം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര നഗരവൽക്കരണം, ഇത്തരം ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം നേരിടുന്ന നിലവിലെ ധനഞെരുക്കത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിങ്ങളടുത്ത് വിശദീകരിച്ചതായതുകൊണ്ട് വിശദമായ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. GST നിരക്ക് പരിഷ്കരണം, അമേരിക്കയുടെ പ്രതികാര ചുങ്കം, IGST റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച വലിയ തുക, സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അത്തരം കാര്യങ്ങളടക്കമുള്ള നടപടികൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയാക്കിയിട്ടുണ്ട്. ഇത് കാരണം ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, അവശ്യ പൊതുസേവനങ്ങൾ ഇവ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം 9,765 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട്. 5,200 കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയിൽ കുറവുമുണ്ടായിട്ടുണ്ട്. കിഫ്ബി അടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ 4,711 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ഇതൊന്നും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും ഉണ്ടായതല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിക്ക് പുറത്തു നിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ്. അപ്പോൾ ആവശ്യപ്പെട്ടത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കുക, IGST റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച 965 കോടി രൂപ തിരികെ നൽകുക, ഇനിയുള്ള റിക്കവറി മാറ്റിവെക്കുക, ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ വരുത്തിയ 4,711 കോടി രൂപയുടെ വെട്ടിക്കുറക്കൽ അടുത്ത ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുക, ദേശീയപാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനത്തിൻ്റെ 25% വീതം നൽകുന്നതിനായി 6,000 കോടിയോളം രൂപ നൽകിയത് അത് സംസ്ഥാനത്ത് ഇരട്ടപ്രഹരമായി വരുന്നുവെന്ന് കണക്കാക്കി അത്രയും തുക അധികമായി കടമെടുക്കാൻ അനുവദിക്കുക. അവശ്യ മൂലധന ചെലവ് നിലനിർത്തുന്നതിനായി GSDPയുടെ 0.5%, ഏകദേശം 6,650 കോടി രൂപ അധികമായി കടമെടുപ്പിനുള്ള അവസരം ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുക. സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള CAPF കുടിശ്ശിക വേഗത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക. ഇവിടെ കാണേണ്ടത് ഈ ആവശ്യങ്ങളൊന്നും ഏതെങ്കിലും പ്രത്യേക ആനുകൂല്യത്തിനുള്ളതല്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനും ക്ഷേമ വികസന പരിപാടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ളതുമാണ്. ധനകാര്യമന്ത്രി വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുകയുണ്ടായി, ഗൗരവത്തോടെ പരിഗണിക്കുമെന്നാണ് അവർ ഉറപ്പ് നൽകിയത്. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പൂർണ്ണമായും കേന്ദ്ര സാമ്പത്തിക പിന്തുണയോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ ഒരു പ്രത്യേക യൂണിറ്റ് അനുവദിക്കും. ഇതിന് കേരളത്തിൽ ഒരു മറൈൻ പോലീസ് ബറ്റാലിയനായും പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ തീരദേശ സുരക്ഷയ്ക്ക് വേണ്ടി മറൈൻ പോലീസായി അവരെ ഉപയോഗിക്കാൻ കഴിയും വിധമാണ് അത് സ്ഥാപിക്കുക. മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത് ഒരു ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയുടെ ഒരു പ്രാദേശിക ക്യാമ്പസ് അനുവദിക്കലായിരുന്നു. അത് കേരളത്തിൽ അനുവദിക്കാമെന്ന് പറഞ്ഞു. എവിടെയെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം
ഇക്കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലും സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ട്. അപ്പോൾ അവയെ നേരിടുന്നതിനും കേരളത്തിൽ സൈബർ ക്രൈം നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സാമ്പത്തിക സഹായമായി 108 കോടി രൂപ ചോദിച്ചിരുന്നു. ആ 108 കോടി രൂപ അനുവദിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ശേഷം പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള കൂടുതൽ സഹായത്തിനായി ദുരന്ത നിവാരണ സഹായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിക്കുകയുണ്ടായി. അത് തുടർന്നും പരിഗണിക്കും എന്ന ഉറപ്പും ഞങ്ങൾ ആ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, LWE ബാധിത ജില്ലകളുടെ പട്ടികയിൽ കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് സുരക്ഷാ അനുബന്ധ ചെലവ് ആവശ്യമായ സഹായം തുടരും എന്നതും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹവുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തി നിവേദനവും കൈമാറി. അതുമായി ബന്ധപ്പെട്ട